അഞ്ചലിൽ MDMA കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ 3 പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ കണ്ണംകോട് തുമ്പിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ്, ഇവരുടെ മകൻ റോണക് സജു ജോർജ്, സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണവിലാസത്തിൽ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ ഐലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീനയുൾപ്പെടെയുള്ള 3 പേരെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. പിന്നീട് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ ഇവരുടെ പങ്ക് പോലീസിന് തെളിവ് സഹിതം ലഭിച്ചത്. പ്രദീപിന് MDMA കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകിയതും ലീനയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നുവെന്നും ബംഗളൂരു വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് MDMA ഇടനിലക്കാരൻ എന്നും പോലീസ് പറയുന്നു. MDMA കടത്താൻ കൂട്ടുനിന്നു എന്നതിനാണ് അയാൾക്കെതിരെ കേസ്. റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുമ്പ് കേസെടുത്തിട്ടുണ്ട്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ പ്രതികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാധ്യമപ്രവർത്തകൻ മൊയ്തഞ്ചലിനെയാണ് പ്രതി റോണക് ഭീഷണിപ്പെടുത്തിയത്. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ്, SI പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന MDMA വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഫോട്ടോ എടുത്തേക്കുന്നു. ഈ സാധനം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ MDMA കച്ചവടം ഉണ്ടായിരുന്നു. ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് കഴിഞ്ഞ 2 മാസത്തിനകത്ത്. ഈ പ്രദീപ് റോണക്കിന് സാർ മുൻപ് കേസ് ഉണ്ടായിരുന്നു. റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മാർട്ട് വണ്ടി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് അരിങ്കാവ് അഞ്ചൽ എക്സൈസ് കേസ് റോണക്കിന് ഇതിലിപ്പം ബാക്കി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ 25/11/2024 86 ഗ്രാം MDMA ഇവിടെ 2 പേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ്. അവരെ നിരീക്ഷിച്ചു വരികയും കഴിഞ്ഞ 2 ദിവസമായി അതിലൊരു 4 പേരെ പ്രദീപ്, ലീന, റോണക്, ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി 2 ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് 4 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു, അയാൾക്ക് പങ്കുണ്ടായിരുന്നു. ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ പറയുന്ന റോണക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ MDMA ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടുന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ്. ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി ഇവന്റെ കൂടെ ഈ പ്രതി 3-ാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു. ബാക്കി 3 പേരും ഇതിനകത്ത് പ്രദീപ്, ഷിജു, സാജൻ ഡാഡി, ഈ 3 പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു. വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഇതിനുള്ള അന്വേഷണം നടന്നു വരുന്നതാണ്. അത് പുറമെ അറിയിക്കും. ഈ ലീന ജേക്കബിന് ഇത് MDMA കടത്താണ് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നു. അവർക്ക് ചുറ്റി അറിവുണ്ടായിരുന്നു. അവരെ മോന് ഇതിൽ പങ്കുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു. നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഫോട്ടോ എടുത്തേക്കുന്നു.
ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. Facebook hack ചെയ്ത് ഈ photo എടുത്തത് ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഒരു just ഒരു fees tax. അത് ഒരു MDMA കാണുമ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ ചെയ്യും?